ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ഭാവി നിർണ്ണയിക്കുമെന്ന് കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ്. ആലപ്പുഴ പ്രസ് ക്ലബിന്റെ നേതൃത്വത്തിൽ നടന്ന മാതൃഭൂമി സ്പെഷ്യൽ കറസ്പോണ്ടന്റ് ജോയ് വർഗീസ്, കേരള കൗമുദി ആലപ്പുഴ യൂണിറ്റ് ചീഫ് കെ.ഡി. ദയാൽ എന്നിവരുടെ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സ്വതന്ത്ര മാധ്യമ പ്രവർത്തനം പോലും കുറ്റകരമാകുന്ന അവസ്ഥയിലേക്ക് രാജ്യം മാറിയതായി മന്ത്രി പി പ്രസാദ് അഭിപ്രായപ്പെട്ടു. കഴിഞ്ഞ 10 വർഷമായി മാധ്യമങ്ങളെ കാണാത്തയാളാണ് രാജ്യത്തിന്റെ അധികാര സ്ഥാനത്ത് തുടരുന്നത്. നിർഭയമായി മാധ്യമ പ്രവർത്തകർക്ക് സംസാരിക്കുവാൻ പോലും സ്വാതന്ത്ര്യമില്ലാതായി. ഭയം ഭരണകൂടമാകുമ്പോൾ ജനാധിപത്യം പ്രതിസന്ധിയിലാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. മാധ്യമ പ്രവർത്തനത്തിന്റെ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ ഒന്നാമത്തത് ധൈര്യം എന്നുള്ളതാണ്, മറ്റൊന്ന് ചോദ്യം ചെയ്യുക എന്നുള്ളതുമാണ്. ഈ ധൈര്യവും ചോദ്യം ചെയ്യലുമാണ് ഈ സ്വാതന്ത്ര്യത്തിന്റെ വിനിയോഗം എങ്ങനെയെന്ന് നിശ്ചയിക്കുന്നതല്ല. മാധ്യമ പ്രവർത്തന സ്വാതന്ത്ര്യം എന്നുള്ളത് ഈ ധൈര്യം എന്നുള്ള കാര്യമാണ്. ആ ധൈര്യവും ചോദ്യം ചെയ്യലും എന്നുള്ളതാണ്. കഴിഞ്ഞ 10 വർഷക്കാലമായി ഒരു മാധ്യമത്തെയും കാണാത്ത ഒരാൾ രാജ്യത്തിൻ്റെ അധികാരസ്ഥാനത്തിരിക്കുന്നു എന്ന് പറയുമ്പോഴും ഇത്തരം ആൾക്കാരോട് ഒരു ധൈര്യപൂർവ്വം ചോദ്യം ചോദിക്കുന്നതിനും ഒരു ധൈര്യം പ്രകടിപ്പിക്കുന്നതിനോ കഴിയാതെ പോകുന്ന മാധ്യമങ്ങൾ നിറയുകയും ചെയ്യുന്നിടത്തും ഗോഡി മീഡിയയുടെ എണ്ണം ഇന്ത്യയിൽ കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. നമ്മൾ ജോയ് വർഗീസിനെയും കെ.ഡി. ദയാലിനെയും എല്ലാം നിർഭയമായ നട്ടലോടുകൂടി, ധൈര്യത്തോടുകൂടി, ചോദ്യം ചെയ്യലോടുകൂടി മാധ്യമപ്രവർത്തന രംഗത്ത് നിറഞ്ഞു നിന്ന ഇത്തരം ആളുകളെ അനുസ്മരിക്കുമ്പോൾ നമ്മുടെ ഈ ഗോഡി മീഡിയ ഒരു വശത്തോട് ഉയർന്നു പൊന്തി നിൽക്കുന്നത് കാണാതെ പോകാൻ പാടില്ല എന്ന അഭിപ്രായക്കാരനാണ് ഞാൻ. സമ്മേളനത്തിൽ പ്രസ് ക്ലബ് ട്രഷറർ സുരേഷ് തോട്ടപ്പള്ളി അധ്യക്ഷനായിരുന്നു. പത്രപ്രവർത്തക യൂണിയൻ സംസ്ഥാന സമിതി അംഗങ്ങളായ കെ.എ. ബാബു, ജലീൽ അരൂക്കുറ്റി, കേരള കൗമുദി ആലപ്പുഴ യൂണിറ്റ് ചീഫ് കെ.എസ്. സന്ദീപ്, പ്രസ് ക്ലബ് സെക്രട്ടറി ടി.കെ. അനിൽകുമാർ എന്നിവർ സംസാരിച്ചു. ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ കെടുകാര്യസ്ഥതയ്ക്ക് ഉത്തരവാദികൾ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജും എച്ച്. സലാം എം.എൽ.എയുമാണെന്ന് ബി.ജെ.പി. സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബി. ഗോപാലകൃഷ്ണൻ. സൂപ്രണ്ടിനെയും എം.എൽ.എയും സലാം പറഞ്ഞയച്ചാലേ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ ശോച്യാവസ്ഥ പരിഹരിക്കുവാൻ സാധിക്കുകയുള്ളൂവെന്നും അദ്ദേഹം പറഞ്ഞു. ജീവനക്കാരുടെയും ഡോക്ടർമാരുടെയും തലയിൽ ഉത്തരവാദിത്വം കെട്ടിവെച്ച് രക്ഷപ്പെടാനുള്ള എം.എൽ.എയുടെയും CPM-ന്റെയും ശ്രമത്തിന്റെ ഫലമാണ് മെഡിക്കൽ കോളേജിന് മുന്നിൽ LDF നടത്തിയ സമരമെന്നും ഗോപാലകൃഷ്ണൻ ആരോപിച്ചു. ആലപ്പുഴ മെഡിക്കൽ കോളേജിനെ മാഫിയ സംഘങ്ങളുടെ പിടിയിൽ നിന്നും മോചിപ്പിക്കുക, രോഗികൾക്ക് മികച്ച ചികിത്സ ലഭ്യമാക്കുക, മെഡിക്കൽ കോളേജിനെ തകർത്ത് സ്വകാര്യ ലോബികളെ സഹായിക്കുവാനുള്ള എം.എൽ.എയുടെ നീക്കം ഉപേക്ഷിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് ബി.ജെ.പി. ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കളക്ടറേറ്റ് പടിക്കൽ നടത്തിയ പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആശുപത്രിയിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ തയ്യാറാകാത്ത പക്ഷം ആരോഗ്യമന്ത്രിയെ വഴിയിൽ തടയുമെന്നും ബി. ഗോപാലകൃഷ്ണൻ പറഞ്ഞു. മെഡിക്കൽ കോളേജില് മരുന്നില്ല. ഇനി ഏറ്റവും രസകരമായ ഒരു കാര്യം പറയാം. ഈ എച്ച്. സലാമുള്ള എം.എൽ.എ, ഈ എം.എൽ.എയുടെ നേതൃത്വത്തില് ഒരു പുതിയ മാഫിയ സംഘം ഉണ്ടായിട്ടുണ്ട്. ഈ ആലപ്പുഴ ജില്ലയിലുള്ള മെഡിക്കൽ കോളേജ്, ആ മെഡിക്കൽ കോളേജിനെ സംരക്ഷിക്കാൻ ബാധ്യതയുള്ള ഈ ആരോഗ്യമന്ത്രി എന്തുകൊണ്ട് ഈ വിഷയത്തിൽ നിലപാടെടുക്കുന്നില്ല? അതുകൊണ്ട് ഒന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഭാരതീയ ജനതാ പാർട്ടിയുടെ ചുമതലപ്പെട്ട സംസ്ഥാന വൈസ് പ്രസിഡന്റ് എന്ന നിലയിൽ ഈ പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ ഈ ആലപ്പുഴ ജില്ലയിൽ വീണ ജോർജ് എന്ന ആരോഗ്യമന്ത്രിയെ ഭാരതീയ ജനതാ പാർട്ടി കടത്തില്ല എന്ന് പറയുവാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ്. ബി.ജെ.പി. ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് M.V. ഗോപകുമാർ പ്രതിഷേധ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ വിമൽ രവീന്ദ്രൻ, അരുൺ അനിരുദ്ധൻ, P.K. വാസുദേവൻ, T.K. അരവിന്ദാക്ഷൻ, G. വിനോദ് കുമാർ, കൊട്ടാരം ഉണ്ണികൃഷ്ണൻ, C. മധുസൂദനൻ, മോഹൻകുമാർ, സജു കുരുവിള, കലാരമേശ് എന്നിവർ സംസാരിച്ചു. സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരുന്നു. 7 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. പത്തനംതിട്ട, കോട്ടയം, ആലപ്പുഴ, ഇടുക്കി, എറണാകുളം, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിലാണ് വെള്ളിയാഴ്ച ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചത്. തിരുവനന്തപുരം, കൊല്ലം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, വയനാട്, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിരുന്നു. ശനി, ഞായർ ദിവസങ്ങളിൽ ആലപ്പുഴ ജില്ലയിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരള തീരത്തിന് സമീപം അറബിക്കടലിലും ബംഗാൾ ഉൾക്കടലിലും രൂപപ്പെട്ട ന്യൂനമർദ്ദങ്ങളുടെ സ്വാധീന ഫലമായാണ് മഴ കനക്കുന്നത്. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ സാധ്യത കണക്കിലെടുത്ത് മലയോര മേഖലകളും അതീവ ജാഗ്രതയിലാണ്. സംസ്ഥാനത്ത് മഴയെ തുടർന്ന് പൊതുജനങ്ങൾക്കുണ്ടായ ദുരിതങ്ങൾ പരിഹരിക്കാൻ തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ നേതൃത്വത്തിൽ കൺട്രോൾ റൂം പ്രവർത്തനം ആരംഭിച്ചു.
പാടശേഖരത്തിൽ മോട്ടോർ ഉപയോഗിച്ച് വെള്ളം പമ്പ് ചെയ്യാത്തതിനാൽ നിരവധി പ്രദേശങ്ങൾ വെള്ളക്കെട്ടിൽ. പുറക്കാട് പഞ്ചായത്തിലെ അപ്പാത്തിക്കരി പാടശേഖരത്തെ ഭരണസമിതിയുടെ പിടിപ്പുകേട് മൂലമാണ് അനേകം കുടുംബങ്ങൾ വെള്ളത്തിലായതെന്നാണ് ആരോപണം. പുറക്കാട് പഞ്ചായത്തിലെ ഏറ്റവും വലിയ പാടശേഖരമാണിത്. കഴിഞ്ഞ ഏതാനും ദിവസമായി പെയ്യുന്ന കനത്ത മഴയിൽ പാടശേഖരമാകെ വെള്ളത്തിലായി. മുൻകാലങ്ങളിൽ പാടശേഖരത്ത് വെള്ളം കയറുമ്പോൾ മോട്ടോർ ഉപയോഗിച്ച് വെള്ളം വറ്റിക്കുന്നതോടെ സമീപത്തെ വെള്ളക്കെട്ട് ഒഴിവാകുമായിരുന്നു. എന്നാൽ ഇത്തവണ വെള്ളം പമ്പ് ചെയ്തു കളയാത്തതിനാൽ ഇതിന് സമീപത്തെ നിരവധി കുടുംബങ്ങളാണ് വെള്ളക്കെട്ടിലായത്. പാടശേഖരത്തിന്റെ അനാസ്ഥയാണ് ഇതിന് കാരണമെന്ന് പ്രദേശവാസികൾ പറയുന്നു. വെള്ളം കെട്ടിയല്ലേ ഇപ്പോൾ ഈ മഴയും ഇപ്പോൾ ഈ കടവെള്ളം എന്ന് വെച്ചാൽ മൊത്തം ചാടില്ലേ, വെച്ചാൽ വെള്ളം കൂടുന്നു. ഈ 2 മഴ ഇപ്പോൾ വെച്ചാൽ വെള്ളമായി. മറ്റേ ഞങ്ങളുടെ പേരുടെ 2-3 സ്റ്റെപ്പ് ഇപ്പോൾ 5 സ്റ്റെപ്പ് വെള്ളമായി. മറ്റേ വെള്ളം കിട്ടിയ 2 സ്റ്റെപ്പ് ഞങ്ങളുടെ കയറ്റം വെള്ളം കൂടുതൽ ഈ മഴ വരമ്പ് മൂടത്തക്ക രീതി വെള്ളം കയറ്റുമെന്ന് പറഞ്ഞാണ് കയറ്റുന്നത്. പക്ഷെ അവര് തൂമ്പ് തുറന്നു വെച്ചാൽ അടയ്ക്കത്തില്ല. അതാണ് ഈ വെള്ളം കയറിയത് മൊത്തം നശിക്കും. ഞങ്ങൾക്ക് മൃഗങ്ങളൊക്കെ ഉള്ളത്, അതുങ്ങളെ വെളിയിൽ പോലും ഇറക്കാൻ മേലാത്ത അവസ്ഥയായിട്ടിരിക്കുക. ഞങ്ങൾ എന്ത് ചെയ്യണം ഈ വെള്ളത്തിൽ? പമ്പിംഗ് നേരത്തെ നടത്തി പ്രദേശത്തെ ദുരിതം ഒഴിവാക്കാൻ പഞ്ചായത്ത് യോഗം ചേർന്ന പാടശേഖര സമിതി ഭാരവാഹികൾക്ക് നിർദ്ദേശം നൽകിയിരുന്നതാണെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് AS സുദർശനൻ പറഞ്ഞു. എന്നാൽ സമയബന്ധിതമായി പമ്പിംഗ് നടത്താതിരുന്നത് മൂലം വീടുകളിൽ വെള്ളം കയറുകയും കരകൃഷി ഉൾപ്പെടെയുള്ളവ നശിക്കുകയും ചെയ്തിരിക്കുകയാണ്. അവർക്ക് ഈ പമ്പിംഗ് സബ്സിഡിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ഉത്തരവാദിത്വ കുറവുകൊണ്ടാണെന്ന് തോന്നുന്നു, ലാഭം മാത്രം ആഗ്രഹിക്കുന്നുകൊണ്ടാണെന്ന് തോന്നുന്നു. ഈ താഴ്ന്ന പ്രദേശത്ത് താമസിക്കുന്ന ജനങ്ങളുടെ ദുരിതമൊന്നും അവർ കാണുന്നില്ല. അവർ സമയബന്ധിതമായി ഈ മോട്ടോറുകൾ പ്രവർത്തിപ്പിക്കാത്തത് കൊണ്ട് തന്നെ വലിയ തരത്തിലേക്ക് കരപ്പാടമൊക്കെ തന്നെ വലിയ തരത്തിലേക്ക് മുങ്ങി നിറഞ്ഞ് ഒഴുകി ആ വീടുകളിലൊക്കെ താമസിക്കുന്നവരൊക്കെ തന്നെ ദുരിതം അനുഭവിക്കുക. ഇന്ന് പഞ്ചായത്തിൻ്റെ പ്രദേശത്ത് കരകൃഷി ചെയ്ത ധാരാളം പേരുടെ കൃഷിയൊക്കെ നശിച്ചു ഈ പമ്പിംഗ് കൃത്യമായിട്ട് നടക്കാത്തതുകൊണ്ട്. അതോടൊപ്പം തന്നെ ഇപ്പോൾ മുൻകാലങ്ങളിലൊക്കെ തന്നെ ഈ JCB ഒക്കെ തന്നെ സജ്ജമാക്കിക്കൊണ്ട് ഈ തോട്ടപ്പള്ളി പൊഴി, കുട്ടനാടിനെ വെള്ളപ്പൊക്കത്തിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് തോട്ടപ്പള്ളി പൊഴി നിർമ്മിച്ചത്. ആ തോട്ടപ്പള്ളി പൊഴി ഇതിനു വേണ്ടിയിട്ട് വെള്ളം ഉയരുന്നത് കാത്തിരിക്കുന്നതുകൊണ്ടും ആ അധിക ജലം വരുന്നത് ആ പൊഴിയിലേക്ക് ഈ പമ്പ് ചെയ്ത് വിടുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ പഞ്ചായത്തിൻ്റെ പ്രശ്നങ്ങൾ പകുതി പരിഹരിക്കപ്പെടും. താഴ്ന്ന പ്രദേശത്തെ നിരവധി വീടുകൾ വെള്ളക്കെട്ടിന്റെ ദുരിതത്തിലാണ്. വളർത്തുമൃഗങ്ങളെപ്പോലും പുറത്തിറക്കാൻ കഴിയാതെ ദുരിതമനുഭവിക്കുകയാണ് പ്രദേശവാസികൾ. NCC 10 കേരള ബറ്റാലിയൻ ചെങ്ങന്നൂരിന്റെ ആഭിമുഖ്യത്തിൽ ചെന്നിത്തല ജവഹർ നവോദയ വിദ്യാലയത്തിൽ ദശദിന ക്യാമ്പ് ആരംഭിച്ചു. കമാൻഡിംഗ് ഓഫീസർ രാഹുൽ ഘോഷ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. समझ गया? या इलेक्ट्रिसिटी वाले को तुम तेल वाले फायर में लगा देगा तो फायर स्प्रेड करता रहेगा, कोई फायदा नहीं होगा. समझ में आया? So there are a lot of things to learn. ആലപ്പുഴ, പത്തനംതിട്ട, കൊല്ലം ജില്ലകളിലെ വിവിധ സ്കൂൾ കോളേജുകളിൽ നിന്നായി 600-ൽ പരം കുട്ടികളാണ് ക്യാമ്പിൽ പങ്കെടുക്കുന്നത്. ഡ്രിൽ, മാപ്പ് റീഡിംഗ്, വ്യക്തിത്വ വികസന ക്ലാസുകൾ, ലീഡർഷിപ്പ് ട്രെയിനിംഗ്, സൈബർ സുരക്ഷാ ക്ലാസുകൾ, ആയുധ പരിശീലന ക്ലാസുകൾ എന്നിവ ക്യാമ്പിന്റെ ഭാഗമായി നടക്കുന്നുണ്ട്. ക്യാമ്പിനോടനുബന്ധിച്ച് ലഹരി വിരുദ്ധ റാലിയും ആലപ്പുഴ ഡെൽറ്റ ടാസ്ക് ഫോഴ്സിന്റെ നേതൃത്വത്തിൽ പരിശീലനവും വിവിധ ഉപകരണങ്ങളുടെ പ്രദർശനവും നടന്നു. ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ട ഫീൽഡ് ആക്ടിവിറ്റി, ബർമ ബ്രിഡ്ജ്, ഗ്രിഡ് നെറ്റ്, കാഷ്വാലിറ്റി ഇവാക്വേഷൻ മെത്തേഡ്സ്, ആർച്ചറി, സ്വയം സുരക്ഷാ പരിശീലനം തുടങ്ങിയ വിവിധ പരിശീലനങ്ങളും സംഘടിപ്പിച്ചിട്ടുണ്ട്. NCC ഓഫീസർമാരായ അലക്സ് വർഗീസ് മാവേലിക്കര, സനീഷ് KS, ഷാലു ഭാസ്കർ, ടീന എബ്രഹാം, V വിജയലക്ഷ്മി, സുബേദാർ മേജർ ഷിബു KM തുടങ്ങിയവർ ക്യാമ്പിന് നേതൃത്വം നൽകി. നാഷണൽ NGO കോൺഫെഡറേഷന്റെയും ചങ്ങനാശ്ശേരി ആത്മാ കേന്ദ്രത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ സ്ത്രീകൾക്കായി തയ്യൽ മെഷീനുകൾ വിതരണം ചെയ്തു. 50% സബ്സിഡിയോടുകൂടി 102 സ്ത്രീകൾക്കാണ് തയ്യൽ മെഷീനുകൾ നൽകിയത്. ശ്രീ സത്യസായി ഫൗണ്ടേഷന്റെ നേതൃത്വത്തിലുള്ള നാഷണൽ NGO കോൺഫെഡറേഷന്റെ ആഭിമുഖ്യത്തിൽ കേരളത്തിൽ നടപ്പിലാക്കി വരുന്ന സ്ത്രീ ശാക്തീകരണത്തിന്റെ ഭാഗമായാണ് തയ്യൽ മെഷീനുകൾ വിതരണം ചെയ്തത്. ചങ്ങനാശ്ശേരി അരമനയിലെ ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടന്ന തയ്യൽ മെഷീൻ വിതരണം അതിരൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോസഫ് വാണിയപ്പുരയ്ക്കൽ ഉദ്ഘാടനം ചെയ്തു. അതായത് താലന്തുകളുടെ ഉപമ. ഒരു രാജാവ് ദൂരദേശത്തേക്ക് യാത്രയ്ക്ക് പുറപ്പെടുമ്പോൾ അതിനു മുമ്പായിട്ട് തൻ്റെ ഭൃത്യന്മാരെ വിളിച്ച് 5 താലന്തും 2 താലന്തും 1 താലന്തും കൊടുത്തു. 5 താലന്ത് കിട്ടിയ വ്യക്തി അത് വർദ്ധിപ്പിച്ചു 10 ആക്കി, 2 കിട്ടിയ വ്യക്തി അത് വർദ്ധിപ്പിച്ചു, 1 കിട്ടിയ വ്യക്തി അത് കുഴിച്ചിട്ടു. അപ്പോൾ നിങ്ങൾക്കിവിടെ ഒരു താലന്ത് തരികയാണ്, നിങ്ങൾ ആവശ്യപ്പെട്ട പ്രകാരം തയ്യൽ മെഷീൻ തരികയാണ്.
അത് നിങ്ങളുടെ കയ്യിലേക്ക് കിട്ടുമ്പോൾ അത് കൊണ്ട് വീടിൻ്റെ ഭദ്രമായ സ്ഥലത്ത് വെച്ച് മൂടി അവിടെ ഇടാനുള്ളതല്ല. അങ്ങനെയാണെങ്കിൽ ഒരു താലന്ത് കിട്ടിയ വ്യക്തി ആ താലന്ത് കുഴിച്ച് ഇട്ടതിന് സമാനമാകും. അങ്ങനെ ഒരിക്കലും ആകണ്ട. മൂടി പുതച്ച് എല്ലാവരും പറയുന്നത് കേട്ട്. അതുകൊണ്ട് വീട്ടിൽ ഒരു ഷോയ്ക്ക് ഇരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ടൈറ്റ് മിഷൻ ഒരു ഷോയാണ്. മറ്റു പലതും ഷോ ആയിട്ട് നമ്മൾ വെക്കുന്നവർ. അങ്ങനെ ഇത് ഷോ ആയിട്ട് നമ്മുടെ മുറിയുടെ ഒരു ഭാഗത്ത് വെക്കാനായിട്ടുള്ളതല്ല. അങ്ങനെ നമ്മൾ ആഗ്രഹിച്ചുകൊണ്ട് ഇത് കൊണ്ടുപോകുകയും ചെയ്യരുത്. ആത്മദാ കേന്ദ്രം ഡയറക്ടർ ഫാദർ ജോൺ വടക്കേക്കളം അധ്യക്ഷത വഹിച്ചു. NGO കോൺഫെഡറേഷൻ കോട്ടയം ജില്ലാ പ്രസിഡന്റും ആത്മദാ കേന്ദ്രം സെക്രട്ടറിയുമായ TM മാത്യു, ട്രീസ മാത്യു, ആത്മദായുടെ സപ്പോർട്ട് ഏജൻസി പ്രതിനിധികളായ ഖലീൽ മുഹമ്മദ്, K സലീം എന്നിവർ സംസാരിച്ചു. ഈ വർഷത്തെ ചമ്പക്കുളം മൂലം ജലോത്സവം മികച്ച രീതിയിൽ നടത്തുന്നതിനാവശ്യമായ നടപടികൾ ജനപ്രതിനിധികളുടെ ഭാഗത്തു നിന്നുണ്ടാകണമെന്ന് കേരള റോവിംഗ് ആൻഡ് പാഡ്ലിംഗ് ബോട്ട് ക്ലബ്ബ് അസോസിയേഷൻ ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. കളിവള്ളങ്ങളുടെ കഴിഞ്ഞ വർഷത്തെ ബോണസ് പൂർണ്ണമായും കൊടുത്തു തീർക്കണമെന്നും ആവശ്യം. ജലോത്സവങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് കുട്ടനാട്ടിലെ ചമ്പക്കുളത്ത് പമ്പയാറ്റിൽ നടക്കുന്ന മൂലം വള്ളംകളിക്കായി കാത്തിരിക്കുകയാണ് ജലോത്സവ പ്രേമികൾ. എന്നാൽ ജൂൺ 22 നടക്കേണ്ടുന്ന വള്ളംകളിക്കായുള്ള ഒരുക്കങ്ങൾ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിൽ കുടുങ്ങി വൈകുന്നതിനാൽ കടുത്ത നിരാശയും അവർക്കുണ്ട്. അനൌദ്യോഗികമായി സംഘടിപ്പിക്കുന്ന ചില ഒത്തുചേരലുകളും ചർച്ചകളും പലപ്പോഴും എങ്ങുമെത്താതെ പിരിയുകയുമാണ്. ഈ സാഹചര്യത്തിൽ ഇത്തവണത്തെ മൂലം ജലോത്സവം മികച്ച രീതിയിൽ നടത്തുന്നതിനാവശ്യമായ ഇടപെടലുകൾ ജനപ്രതിനിധികളുടെ ഭാഗത്തു നിന്നുണ്ടാകണമെന്നാണ് ഇവർ ആവശ്യപ്പെടുന്നത്. കഴിഞ്ഞ തവണത്തെ വള്ളംകളിക്ക് ശേഷം കളിവള്ളങ്ങൾക്ക് 50% ബോണസ് മാത്രമാണ് നൽകിയതെന്നും ബാക്കി തുക ഇത്തവണ കൊടുത്തു തീർക്കുവാൻ നടപടി ഉണ്ടാകണമെന്നും കേരള റോവിംഗ് ആൻഡ് പാഡ്ലിംഗ് ബോട്ട് ക്ലബ്ബ് അസോസിയേഷൻ പ്രസിഡന്റ് CT തോമസ് കാച്ചാങ്കോടം, കമ്മിറ്റി അംഗം സലീം കുമാർ എന്നിവർ ആവശ്യപ്പെട്ടു. മൂലം ജലോത്സവത്തോടുകൂടി ഈ വർഷത്തെ ജലമേള ആരംഭിക്കുകയാണ്. ഈ വർഷം ഭംഗിയായി തന്നെ നടത്തണമെന്നുള്ള അഭിപ്രായമാണ് കേരള റോവിംഗ് ആൻഡ് പാഡ്ലിംഗ് ബോട്ട് ക്ലബ്ബ് അസോസിയേഷനുള്ളത്. എന്നാൽ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നതിനാൽ ജൂൺ 4-ാം തീയതി വരെ അത് നിലനിൽക്കുന്നതിനാൽ ഉദ്യോഗസ്ഥന്മാർക്ക് ഈ വക കാര്യങ്ങൾക്ക് മുൻകൈ എടുക്കുവാൻ സാധിക്കത്തില്ല. ആയതിനാൽ MP-മാർ, MLA-മാർ, പഞ്ചായത്ത് പ്രസിഡന്റുമാർ, ബ്ലോക്ക് പ്രസിഡന്റും ഒക്കെ കുട്ടനാടിനെ പ്രതിനിധീകരിക്കുന്നവർ മുന്നോട്ട് വന്ന് ഈ കളി ഭംഗിയാക്കാൻ മുൻകൈ എടുക്കണം. അതുപോലെ തന്നെ കഴിഞ്ഞ വർഷത്തെ 50% ബോണസാണ് കൊടുത്തിട്ടുള്ളത്. ആ ബാക്കി ബോണസും ആ കളിവള്ളങ്ങൾക്കെല്ലാം കൊടുക്കാനുള്ള സാഹചര്യം ഉണ്ടാകണം. കഴിഞ്ഞ വർഷം നടത്തിയ വള്ളംകളി ട്രാക്ക് ഇതിൻ്റെ അകത്ത് ഒരു മെയിനാണ്. ഇന്ന് ഈ അതിൻ്റെ സംഘാടകർ ആ സാധനം റോഡ് പുറമ്പോക്കിൽ വലിച്ചെറിഞ്ഞിട്ട് പോയിരിക്കുന്നു. അത് തുരുമ്പിച്ച് കഴിഞ്ഞിരിക്കുന്നു. മത്സ്യത്തൊഴിലാളികളും മറ്റും ഇത് എടുത്തുകൊണ്ട് പോയിരിക്കുന്നു. കഴിഞ്ഞ തവണത്തെ വള്ളംകളിക്ക് ശേഷമുള്ള ഉപകരണങ്ങൾ പലതും തുരുമ്പെടുത്ത് നശിക്കുകയാണെന്നും ലക്ഷങ്ങൾ വീണ്ടും ചെലവഴിക്കേണ്ട സാഹചര്യമുണ്ടെന്നും CT തോമസ് ചൂണ്ടിക്കാട്ടി. വള്ളംകളി കഴിഞ്ഞാൽ ഇവയെല്ലാം അടുത്ത വർഷങ്ങളിലേക്ക് ഉപയോഗിക്കത്തക്ക രീതിയിൽ സംരക്ഷിക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ശനിയാഴ്ച പുളുങ്ങുന്ന സെന്റ് ജോസഫ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടത്താനിരുന്ന ജില്ലാ ചെസ് ടൂർണമെന്റ് പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് മാറ്റിവെച്ചതായി ഡോൺസ് YMCA ഭാരവാഹികൾ അറിയിച്ചു. പുതിയ തീയതി പിന്നീട് അറിയിക്കും. ചെറുകര പനിക്കാത്തറ ശ്രീ ഭദ്രകാളി ക്ഷേത്ര സമിതിയുടെ ആഭിമുഖ്യത്തിൽ വിദ്യാഭ്യാസ കലാ കായിക രംഗങ്ങളിൽ പ്രതിഭ തെളിയിച്ചവരെ അനുമോദിച്ചു. ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ വാർഷിക മഹോത്സവത്തോടനുബന്ധിച്ചായിരുന്നു അനുമോദന സമ്മേളനം. കുട്ടിയെ ഹാർദവുമായി സ്വാഗതം ചെയ്യും നമ്മുടെ പള്ളി വികാരി. SSLC +2 MBBS പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെയും കലാ കായിക രംഗങ്ങളിൽ പ്രതിഭ തെളിയിച്ചവരെയുമാണ് പ്രതിഷ്ഠാ വാർഷിക മഹോത്സവത്തോടനുബന്ധിച്ച് അനുമോദിച്ചത്. അനുമോദന സമ്മേളനം കൈനടി പള്ളി വികാരി ഫാദർ തോമസ് കമ്പിയിൽ ഉദ്ഘാടനം ചെയ്തു. ക്ഷേത്രങ്ങൾ പണിയുവാനായിട്ട് ആഹ്വാനം ചെയ്തത് ഞാൻ ഓർക്കുകയാണ്. അത് മറ്റൊന്നിനും വേണ്ടിയല്ല, യഥാർത്ഥ മതാത്മകത വളരണം. അതിലൂടെ മനുഷ്യന്റെ മഹത്വവും അതുപോലെ സാമൂഹിക സമത്വവും ഇത് പരിപോഷിപ്പിക്കപ്പെടണമെന്നുള്ള ആ വലിയ ദർശനത്തോടെ ശ്രീ ശങ്കരാചാര്യരുടെ അദ്വൈത ദർശനത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ഭാരതത്തെ കുറിച്ചൊക്കെയുള്ള ഒരു തെറ്റായ ധാരണ
ഈശ്വര നിഷേധം അത് ഭാരത ദർശനത്തിലുണ്ട് എന്നുള്ളത് നാസ്തിക ചിന്ത. സമ്മേളനത്തിൽ ക്ഷേത്രസമിതി സെക്രട്ടറി റോഫിൻ കാവാലം അധ്യക്ഷനായി. നീലമ്പേരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ തങ്കച്ചൻ മെറിറ്റ് അവാർഡുകൾ വിതരണം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് അംഗം പ്രിയങ്ക കൃഷ്ണരാജ്, ക്ഷേത്രം മേൽശാന്തി ബിനീഷ് ശാന്തികൾ, SNDP ശാഖാ പ്രസിഡന്റ് ശിവദാസ് ആതിര, റിട്ടയർഡ് അധ്യാപകരായ കെ ഗോപകുമാർ, അനിൽ തൈവീടൻ, RN മെമ്മോറിയൽ ഗ്രന്ഥശാല സെക്രട്ടറി DM ദേവലാൽ, ദിലീപ് കുമാർ വടകരശ്ശേരിൽ എന്നിവർ സംസാരിച്ചു. നിരണം കേന്ദ്രമാക്കി പ്രവർത്തിച്ചു വരുന്ന മതഭൗതിക വിദ്യാഭ്യാസ കലാലയമായ ജാമിയ അൽ ഇഹ്സാന്റെ സിൽവർ ജൂബിലി ആഘോഷവും സനദ്ദാന സമ്മേളനവും നിരണം ക്യാമ്പസിൽ വെള്ളിയാഴ്ച ആരംഭിച്ചു. 3 ദിവസങ്ങളിലായി വിവിധ പരിപാടികളാണ് ആസൂത്രണം ചെയ്തിട്ടുള്ളതെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഞങ്ങളുടെ കോളേജിൻ്റെ പ്രത്യേകത 2 വിദ്യാഭ്യാസം സമന്വയിപ്പിച്ചുകൊണ്ട് നാനാജാതി ജനങ്ങളോടും സാംസ്കാരികമായും മതപരമായും ജനങ്ങൾക്ക് സന്ദേശം എത്തിച്ച് സമൂഹത്തിൽ സ്പർദ്ധയില്ലാതെ സമൂഹത്തെ സൃഷ്ടിച്ചെടുക്കുക എന്നുള്ള രീതിയിലാണ് ഇമാമിമാർ അർത്ഥിക്കുന്നത്. ആ ഇമാമിയങ്ങൾ നാട്ടിൽ ചെല്ലുമ്പോൾ അവർ നിൽക്കുന്ന ഇടവകയിൽ അല്ലെങ്കിൽ ആ മഹലിൽ അവർക്ക് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. അങ്ങനത്തെ കോഴ്സാണ് ഞങ്ങൾ ഈ ഫാദിൽ ഇഹ്സാനി എന്ന് പറയുന്ന കോഴ്സ് കൊടുക്കുന്നത്. ഇഹ്സാനി എന്ന് പറഞ്ഞാൽ നന്മയുടെ പ്രതീകമാണ്. സിൽവർ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി ശനിയാഴ്ച രാവിലെ 10-ന് ആരംഭിക്കുന്ന സൗജന്യ മെഡിക്കൽ ക്യാമ്പ് ഉമ്മർ ഗുരുക്കൾ ഉദ്ഘാടനം ചെയ്യും. വൈകിട്ട് 4-ന് നടക്കുന്ന വനിതാ ക്ലാസ്സിന് മുഹമ്മദ് ഷമ്മാസ് നൂറാനിയും, രാത്രി 7-നുള്ള ബുർദ മജ്ലിസിനും ഇശൽ വിരുന്നിനും സ്വാദിഖ് അലി ഫാളിലി ഗൂഡലൂർ, സയ്യിദ് ഇബ്രാഹിം മൻസൂർ അൽ ബുഖാരി തങ്ങൾ എന്നിവരും നേതൃത്വം നൽകും. സമാപന ദിവസമായ ഞായറാഴ്ച ഉച്ചയ്ക്ക് 2-ന് നടക്കുന്ന പണ്ഡിത സമ്മേളനം അർഷാദ് നൂറാനി കാമിൽ സഖാഫി ഉദ്ഘാടനം ചെയ്യും. ഡോക്ടർ ഫൈസൽ അഹ്സനി രണ്ടത്താനി നേതൃത്വം നൽകും. വൈകിട്ട് 4-ന് നടക്കുന്ന സാംസ്കാരിക സമ്മേളനം മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം ചെയ്യും. അൽ ഇഹ്സാൻ പ്രസിഡന്റ് ഹാജി PA ഷാജഹാൻ അധ്യക്ഷത വഹിക്കും. ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ മുഖ്യപ്രഭാഷണം നടത്തും. ഡോക്ടർ യുഹാനോൻ മാർ ക്രിസോസ്റ്റമസ് മെത്രാപ്പൊലീത്ത, ബ്രഹ്മശ്രീ അക്കീരമൺ കാളിദാസൻ പട്ടതിരിപ്പാട്, SYS സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ AP അബ്ദുൽ ഹക്കീം അസ്ഹരി എന്നിവർ പ്രഭാഷണം നടത്തും. സാന്ത്വന പദ്ധതിയുടെ ഉദ്ഘാടനം ആന്റോ ആന്റണി MPയും, ചോരാത്ത വീട് പദ്ധതിയുടെയും സിൽവർ ജൂബിലി പദ്ധതിയുടെയും ഉദ്ഘാടനം മാത്യു ടി തോമസ് MLAയും നിർവഹിക്കും. വൈകിട്ട് 7-ന് നടക്കുന്ന സമാപന സമ്മേളനത്തിൽ ഫാളിൽ ഇഹ്സാനി ബിരുദം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്ക് സനദ്ദാനവും കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ നിർവഹിക്കും. പരിപാടികൾ വിശദീകരിക്കാൻ ചേർന്ന വാർത്താ സമ്മേളനത്തിൽ മാന്നാർ അബ്ദുൽ ലത്തീഫ്, ഡോക്ടർ PA അലി അൽ ഫൈസി, KA കരീം, ഹാഫിൾ ഷുഹൈബ്, റഹീം വയനാട് എന്നിവർ പങ്കെടുത്തു. തലവടി മാണത്താറ ശ്രീ ബാലസുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ സുബ്രഹ്മണ്യ ജയന്തി ആഘോഷത്തിന്റെ ഭാഗമായി പ്രത്യേക വഴിപാടുകളും വിശേഷാൽ പൂജകളും നടന്നു. ക്ഷേത്ര ചടങ്ങുകൾക്ക് മേൽശാന്തി പള്ളിപ്പാട് ജയനാരായണൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. വ്യാഴാഴ്ച പുലർച്ചെ പതിവ് ക്ഷേത്ര ചടങ്ങുകൾക്ക് ശേഷം 6:30-ന് അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം ആരംഭിച്ചു. തുടർന്ന് സ്കന്ദപുരാണ പാരായണം, വിശേഷാൽ പഞ്ചാമൃത അഭിഷേകം, അഷ്ടാഭിഷേകം എന്നിവ നടന്നു. 12 മണിക്ക് ഉച്ചദീപാരാധനയ്ക്ക് ശേഷമായിരുന്നു പിറന്നാൾ സദ്യ. വൈകിട്ട് നടന്ന ഭസ്മാഭിഷേകത്തിലും ദീപക്കാഴ്ചയോടുകൂടിയ ദീപാരാധനയിലും നിരവധി ഭക്തർ പങ്കെടുത്തു. രാത്രി 7 മുതൽ വൈക്കം ശിവഹരി ഭജൻസിന്റെ ഹൃദയ ജപലഹരി അരങ്ങേറി. ജയന്തി ആഘോഷങ്ങൾക്ക് പ്രസിഡന്റ് B രമേശ് കുമാർ, സെക്രട്ടറി ബിനു G നായർ, മാനേജർ സുഭാഷ് മാലിച്ചിറ എന്നിവർ നേതൃത്വം നൽകി. ഇനി ഇന്നത്തെ അറിയിപ്പുകൾ. 2024-25 വർഷത്തെ പുഞ്ചകൃഷിക്കുള്ള നെൽവിത്ത് ആലപ്പുഴ ജില്ലയിൽ മുഴുവൻ കർഷകർക്കും മുൻവർഷങ്ങളിൽ ലഭിച്ചിരുന്നതുപോലെ സൗജന്യമായി നൽകുന്നതിന് കൃഷിവകുപ്പ് നടപടികൾ സ്വീകരിച്ചു വരുന്നതായി പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ അറിയിച്ചു. ഇത് സംബന്ധിച്ച് പ്രിൻസിപ്പൽ കൃഷി ഓഫീസിൽ നിന്ന് നൽകിയ നിർദ്ദേശം പിൻവലിച്ചതായും കൃഷിവകുപ്പ് അറിയിച്ചു. സംസ്ഥാന അസംഘടിത തൊഴിലാളി സാമൂഹ്യ സുരക്ഷാ ബോർഡിന്റെ തനത് സോഫ്റ്റ്വെയറിൽ ഡാറ്റ എൻട്രി നടത്തുന്നതിന് ഏജൻസികളിൽ നിന്ന് കൊട്ടേഷൻ ക്ഷണിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് 0477 22 41 455 എന്ന നമ്പറിൽ ബന്ധപ്പെടാം.
പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട 18-നും 30-നും ഇടയിൽ പ്രായമുള്ള കുടുംബ വാർഷിക വരുമാനം 3 ലക്ഷത്തിൽ താഴെയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് സ്റ്റൈപ്പൻഡോടുകൂടി നാഷണൽ കരിയർ സർവീസ് സെന്റർ കമ്പ്യൂട്ടർ പരിശീലനം നൽകുന്നു. താൽപ്പര്യമുള്ളവർ മെയ് 30-നകം അപേക്ഷ അതത് താലൂക്ക് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ ലഭ്യമാക്കണമെന്ന് കായംകുളം ടൗൺ എംപ്ലോയ്മെന്റ് ഓഫീസർ അറിയിച്ചു. ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലെ വാർത്തകൾക്കും ലൈവ് പ്രോഗ്രാമുകൾക്കുമായി മാന്യപ്രേക്ഷകർ കുട്ടനാട് കേബിൾ വിഷൻ എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നു സ്വപ്ന ജ്വല്ലറി. അഴകേറും സ്വപ്നങ്ങൾക്ക് നിറവേകും സ്വപ്ന ജ്വല്ലറി, ചങ്ങനാശ്ശേരി. സ്വർണം ഗ്രാമിന് 6720 രൂപ, പവന് 53,760 രൂപ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.